ഓരോ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോഴും അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന നാടാണ് സൗദി അറേബ്യ. ഈ സൗദിയിൽ ഏറ്റവും അധികം പേടിയോടുകൂടി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയുണ്ട്, ജീസാൻ പ്രവിശ്യയിലെ ഫൈഫ. സൗദിയിൽ ഏറ്റവും അധികം മയക്കുമരുന്ന് ഇനത്തിൽപ്പെടുത്തിയ ഖാത്ത് മരങ്ങളുള്ള പ്രദേശം. ഒപ്പം ആ നാട്ടിലെ ജനങ്ങൾക്കും ഒരു നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട്. അവരുടെ കഥയാണ് ഇനി. ശ്വാസമടക്കി പിടിച്ച് യാത്ര ചെയ്യേണ്ടി വരുന്ന പ്രദേശങ്ങളാൽ സമ്പന്നമാണ് സൗദിയുടെ ഉള്ളറകൾ. അതിനകത്തുള്ള ഓരോ യാത്രകളും വന്യമായ അനുഭൂതിയിലേക്ക് മനുഷ്യനെ കടത്തിവിടും. ഫൈഫ സൗദിയിലെ ജീസാൻ പ്രവിശ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗവർണറേറ്റ്. മലയാളി സമൂഹത്തിനിടയിൽ ഫീഫ എന്ന പേരിലും ഖാത്ത് മല എന്ന പേരിലും പ്രസിദ്ധം. സൗദിയിലെ ഏറ്റവും ഉയരമുള്ള കുന്നുകളിൽ ഒന്ന്. അതിനെ അമ്പരപ്പിക്കുന്ന ഒന്നാക്കുന്നത് അതിന്റെ ചരിത്രവും തൂങ്ങി നിൽക്കുന്ന മലയടിവാരങ്ങളിലെ വീടുകളും കൃഷിയിടങ്ങളുമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഫൈഫ മലനിരകൾ. തെക്കൻ സൗദി നഗരമായ ജീസാനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണിവ. അവിടെ ചരിത്രത്തിന്റെ നീണ്ട ഒരു ഒറ്റയടി പാതയുണ്ട്. വേനൽക്കാലത്ത് പരമാവധി 16 വരെയും ശൈത്യകാലത്ത് പരമാവധി 3 വരെയുമാണ് കുറഞ്ഞ താപനില. മേഘങ്ങളെ തൊടുന്ന ഉയരമുള്ള കെട്ടിടങ്ങളുള്ള ഫീഫയുടെ ഗവർണറേറ്റ് ഇന്ന് ചെറിയ ആധുനിക നഗരത്തിന്റെ രൂപം പ്രാപിക്കുകയാണ്. പക്ഷേ അതിലേക്ക് എത്താനുള്ള വഴികൾ ഇന്നും ഏതൊരു മഴയുടെ ഉള്ളുപൊട്ടലിനും കൊണ്ടുപോകാനാകും. കുത്തനെ കയറിപ്പോകുന്ന വഴികൾ. അൽ അബ്സിയ, അൽ ലക്ത, അൽ ഖിദ്റ, ബുഖാത്ത്, അൽ വാഷിൽ, അൽ സുറ, ഖർദ, അൽസിമ എന്നിങ്ങനെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഈ കൊടുമുടിയിൽ. പക്ഷേ അധികമാരും കണ്ടിരിക്കാൻ ഇടയില്ല. വെറും 30,000-ഓളം ജനത താമസിക്കുന്ന പ്രദേശം. അവരിൽ പലരും മലയിറങ്ങിപ്പോകുന്നത് കച്ചവടാവശ്യങ്ങൾക്ക് ജീസാൻ നഗരത്തിലേക്കാണ്. ഇന്നും പൊടി പാറിയാറുന്ന ഈ വഴികൾക്ക് മുകളിലേക്ക് കയറിയാൽ അറബിക്കഥകളിൽ കേട്ട കവിതകളുടെ ഇരമ്പമുണ്ട്. ജീസാനിൽ നിന്നും 2 മണിക്കൂറോളം നീളുന്ന യാത്ര നമ്മെ എത്തിക്കുക ഇത് സൗദി അറേബ്യയാണോ എന്ന് പോലും ചിന്തിപ്പിക്കുന്ന ഒരു ലോകത്താണ്. ഫൈഫ എന്നും ഫീഫ എന്നുമെല്ലാം വിളിക്കപ്പെടുന്ന ഈ നാട് നിൽക്കുന്നത് യമൻ അതിർത്തിയോട് ചേർന്നാണ്. സറാവത്ത് മലനിരകളിലാണ് ഫൈഫയും. ഓടുന്ന വാഹനങ്ങളിൽ ഒന്ന് തെന്നിയാൽ കൊക്കയാണ്. ഒരു കുന്നിന് താഴെ വീടുകൾ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഈ ഗ്രാമത്തിലെ വീടുകളുള്ളത്. ഫീഫയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. അതോടൊപ്പം അവരുടെ കൃഷിഭൂമിയാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. കുന്നിന് താഴെയുള്ള പ്രദേശം തട്ടുതട്ടായി തിരിച്ചാണ് ഈ മേഖലയിലുള്ളവർ പണ്ട് മുതലേ കൃഷി ചെയ്തു പോരുന്നത്. കൗതുകമുള്ളതാണ് ഫൈഫക്കാരുടെ ജീവിത കഥ. ഫൈഫയിലെ മലനിരകളിൽ 20 ഗോത്രങ്ങൾ ഉണ്ട്. ഓരോ ഗോത്രത്തിനും ഓരോ ഗോത്രത്തലവനും. ആ ഗോത്രങ്ങളിലെ പുരുഷന്മാർ പുഷ്പവസ്ത്രങ്ങളും വെള്ളി ബെൽറ്റുകളും തലയിൽ പൂക്കൾ ചൂടുന്നവരുമാണ്. ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നേരിയ വ്യത്യാസങ്ങളോടെ വേഷങ്ങളിൽ അവരെ കാണാം. കേരളത്തിലെ മലബാറിൽ ഒരു കാലത്ത് പുരുഷന്മാർ ധരിച്ചിരുന്ന മുണ്ടുകൾക്ക് സമാനമാണ് ഇവരുടെ വസ്ത്രധാരണവും.
സൗദിയിലെ മറ്റു ദേശങ്ങളിൽ നിന്നും തെക്കൻ സൗദിയിലെ ഫൈഫയിലെ ജനസമൂഹത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. മലമുകളിൽ ഇന്നും ജീവിക്കുന്ന ജനത. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റോഡുകൾ എത്തും മുന്നേ തന്നെ നൂറ്റാണ്ടുകളായി ഇവിടെ ജനങ്ങൾ താമസിച്ചിരുന്നു. പുറം ലോകവുമായി അധിക ബന്ധം അവർക്കുണ്ടായിരുന്നില്ല. സിലിണ്ടർ രൂപത്തിലുള്ള കെട്ടിടങ്ങളിലായിരുന്നു ജീവിതം. അതേ ഇവിടെ നിർമ്മിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അവയുടെ അവശിഷ്ടങ്ങൾ അവരുടെ പുതിയ കാല താമസ കേന്ദ്രങ്ങളോട് ചേർന്ന് കാണാം. സൗദിയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇവരുടെ ഭാഷയും. അറബിയിലെ ഉച്ചാരണങ്ങളിലാണ് മാറ്റം. സ്വന്തമായി പാട്ടുകളും കവിതകളും കഥകളുമെല്ലാം ഇവർക്കുണ്ട്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ അന്തരിച്ച അബു അംർ അൽ ഷെയ്ബാനി അറബി ഭാഷയിലെ പണ്ഡിതനാണ്. അദ്ദേഹം ശേഖരിച്ച പല കവിതകളും ഈ ഗോത്രത്തിന്റേതായിരുന്നു. അതിന്റെ ചരിത്രം ചികഞ്ഞുപോയാലെത്തുക ചോര പൊടിഞ്ഞ ചരിത്രങ്ങളിലേക്കാണ്. യമനികളുടെ ജീവിതവും സംസ്കാരവുമാണ് ഇവർക്കുള്ളത്. ഇവരുപയോഗിച്ച അറബി ഭാഷ BC 1000-നും AD 600-നും ഇടയിൽ ഉപയോഗത്തിലുണ്ടായിരുന്നതാണ്. ഹിംയർ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു പണ്ട് ഇന്നത്തെ യമന്റെയും സൗദിയുടെയും തെക്കൻ മലയോര പ്രദേശങ്ങൾ. അക്കാലത്തെ പ്രധാന ഗോത്രങ്ങളിലൊന്നായിരുന്നു കഹ്താനികൾ. അവരിലേക്ക് എത്തിച്ചേരുന്ന കണ്ണിയാണ് ഹൗലാൻ ഗോത്രം. അവരുടെ പരമ്പരയാണ് ഇന്നത്തെ ഫൈഫക്കാർ. ഹൗലാൻ ഗോത്രം കൃഷിക്കാരായിരുന്നു. യുനെസ്കോ പട്ടികയിലുള്ള സൗദിയിലെ ഏറ്റവും ഉയരത്തിൽ കാപ്പി കൃഷി നടത്തുന്ന ഹൗലാനികളുടെ കഥ സൗദി സ്റ്റോറിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹൗലാൻ ഗോത്രക്കാർ ഇന്നും കൃഷി തുടരുന്നു. ആധുനിക സൗദി അറേബ്യ രൂപീകരിക്കും മുമ്പ് ഒട്ടോമൻ ഭരണത്തിന് കീഴിലായിരുന്നു യമന്റെ കൂടി ഭാഗമായ ഈ പ്രദേശം. വിവിധ ഏറ്റുമുട്ടലുകളിൽ ഈ ഗ്രാമം ഉലഞ്ഞുപോയി. ഈ ഗോത്രത്തിന്റെ ഷെയ്ഖ് അഥവാ തലവൻ അലി ബിൻ ഹസൻ അൽ സൻഹാൻ അൽ ഫീഫിയാണ്. ഈ പേരിൽ നിന്ന് കൂടിയാണ് ഫൈഫ എന്ന പ്രദേശത്തിന് പേര് വന്നത്. ഒട്ടോമൻ സൈന്യം പിന്മാറി തുടങ്ങിയതോടെ ഗോത്രത്തലവൻ സൗദിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. സമീപ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതി കൂടി കണക്കിലെടുത്തായിരുന്നു ഷെയ്ഖിന്റെ തീരുമാനം. സൗദിക്കൊപ്പം നിൽക്കുന്നതാകും സാമ്പത്തികമായി വളരാൻ സഹായകരമാവുക എന്നതുകൂടി തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. ഇന്ന് വികസിച്ച് കുന്നിന്റെ നെഞ്ചിൽ പ്രൗഢിയോടെ നിൽക്കുന്ന ഈ ഗ്രാമത്തിന്റെ ആധുനിക ചരിത്രം അതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ യമന്റെ അതിരുകൾ കാണാം. സൗദി അറേബ്യയിൽ തന്നെ ഉസ്മാനിയ ഖിലാഫത്ത് അല്ലെങ്കിൽ ഒട്ടോമൻസുമായി ഏറ്റവും അധികം പോരാട്ടം നടന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മേഖല. യമനിൽ നിന്നും സൗദിയിലേക്കുള്ള ആക്രമണങ്ങൾ തടയുന്നതിൽ ഇന്നും ഈ പ്രദേശത്തുകാർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ചെങ്കുത്തായ മലനിരകളിലൂടെ അനായാസം യാത്ര ചെയ്യുന്നവരാണ് ഫൈഫക്കാർ. സൗദി അതിർത്തിയിലേക്കുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പിന്തിരിപ്പിക്കാനും സുരക്ഷാ സൈന്യത്തിന് പിന്തുണ നൽകാനും ഫൈഫയിലെ ഗോത്രങ്ങൾ ഇന്നും സഹായിക്കുന്നുണ്ട്. ഇന്ന് കുന്നിന് മുകളിലേക്ക് 2 മണിക്കൂർ കൊണ്ട് ജീസാനിൽ നിന്നും എത്താം. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ഈ ഗോത്രക്കാർ 1200 കിലോമീറ്റർ താണ്ടി പ്രവാചകരെ കാണാനെത്തിയിട്ടുണ്ട്. മലനിരകളിലൂടെ ഒഴുകിപ്പാറുകയാണ് ബാങ്കിന്റെ ഈരടികൾ. ഒരരികിൽ തട്ടിയത് കുന്നിന്റെ എതിർവശത്തെ അറ്റത്തേക്ക് അലയൊലിയായി മടങ്ങും. ഹിജ്റ 10-ാം വർഷത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഹൗലാൻ ഗോത്രങ്ങളിൽ ഫൈഫയും ഉൾപ്പെടുന്നു. പ്രവാചകനെ കണ്ട് ഹൗലാൻ ഗോത്രത്തിലുള്ളവർ മദീനയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമായിരുന്നു ഇത്. അന്ന് ഇസ്ലാം സ്വീകരിച്ച ഫൈഫക്കാരിൽ പ്രസിദ്ധനായിരുന്നു അൽസം ഇബ്നു മാലിക് അൽ ഹൗലാനി. ഇസ്ലാമിലെ ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഹിജ്റ 100-ാം വർഷത്തിൽ ആന്തലൂസിലേക്ക് അഥവാ ഇന്നത്തെ സ്പെയിൻ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് നിയമിച്ച ഗവർണറായിരുന്നു അൽസം അൽ ഹൗലാനി. ദമാസ്കസ് കേന്ദ്രീകരിച്ച ഖലീഫ ഭരണകാലത്തായിരുന്നു അത്. ഇങ്ങനെ ചരിത്രത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ ഫൈഫയുടെ കുന്നിൻ ചെരിവുകളുണ്ട്. കൃഷിയാണ് ഇന്നും ഇവരുടെ പ്രധാന മാർഗം. മാതളം, കാപ്പി, കൊക്കോ, പേര എന്നിവയും വിവിധ പൂക്കളുടെ കൃഷികളും ഇവിടെ കാണാം. പൂക്കളാൽ നിറഞ്ഞ നാട്ടിൽ തേനീച്ച കൃഷി സ്വാഭാവികമായും ഉണ്ട്. ഒപ്പം പൂക്കാലം പോലെ ഒരുങ്ങുന്ന
പെൺമക്കളുടെ നാടുകൂടിയാണിത്. പൂക്കൾ എത്ര മനോഹരമാകുമോ അതുപോലെ മനോഹരമായി ജീവിക്കുന്നവരാണ് ഈ നാട്ടിലെ പെൺമക്കളും. അവരുടെ കലാവിരുന്നുകൾ ജീസാൻ പ്രവിശ്യാ ഭരണകൂടത്തിന് കീഴിൽ വിവിധ സന്ദർഭങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട്. സൗദിയിലെ ഏറ്റവും സൗന്ദര്യമുള്ളവരും കായിക ബലമുള്ളവരും ഇവിടെത്തുകാരാണെന്ന് പറയപ്പെടുന്നു. താരതമ്യേന സാമ്പത്തികമായി പിന്നോക്കമാണ് ഈ പ്രദേശത്തുകാർ. വിവാഹം കഴിക്കുമ്പോൾ വധു മഹറായി ചോദിക്കുന്നത് നൽകിയാലേ വിവാഹം നടക്കൂ. അതിനാൽ ചോദിക്കുന്ന മഹർ താങ്ങാനാകാതെ പുരനിറയുന്ന ആൺമക്കൾ സൗദിയിലെ കാഴ്ചയാണ്. അങ്ങനെയുള്ള മറ്റു പ്രവിശ്യയിലെ സൗദി യുവാക്കൾ വിവാഹത്തിനായി ഫൈഫക്കാരെ തിരഞ്ഞെടുക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. പെരുമാറ്റം, സ്വീകരണ മര്യാദ എന്നിവ കൊണ്ടും പ്രസിദ്ധരാണ് ഫൈഫക്കാർ. യമനിലെ ഭക്ഷണമാണ് ഇവിടെ കാണുക. കബ്സയും അൽഫഹമും റൊട്ടിയുമെല്ലാം ഇവിടെയുണ്ട്. രാവിലെ പഴവും ചീസുമെല്ലാം ചേർന്നുള്ള മഹ്സൂബ് എന്ന വിഭവവും ഇവിടെ പ്രിയമേറിയതാണ്. പുറം ലോകത്തിന് നിഷിദ്ധമായ ഖാത്ത് എന്ന ലഹരി ഇലകൾ സുലഭമായ നാടാണ് ഫൈഫ. ഇവിടേക്കുള്ള ചെക്ക് പോയിന്റുകൾ ഇതിനാൽ തന്നെ സൗദിയിലെ ഏറ്റവും കർശനമായവയാണ്. മലയാളികളടക്കം നിരവധി പേർ ഖാത്ത് കടത്തിന് പിടിയിലായിട്ടുണ്ട്. ഫൈഫയുടെ ഏതു ഭാഗങ്ങളിലും കാണുന്ന ഖാത്ത് തോട്ടങ്ങളിൽ ഒന്നാണിത്. ഫൈഫയിലെ പോലീസ് സ്റ്റേഷന്റെ നിരീക്ഷണത്തിലുള്ളതാണ് ഈ തോട്ടം. കുന്നും മലയും കയറുന്ന ഈ ജനത ഒരു കാലത്ത് ഇവ വായിലിട്ട് ചവക്കുന്നത് സജീവമായിരുന്നു. യമനിൽ ഇന്നും ഇത് കാണാം. സൗദിയിലെ ജീസാൻ പ്രവിശ്യക്കാരിലും ഇത് തുടരുന്നുണ്ട്. മരുന്നായും ഇവരത് ഉപയോഗിച്ചു വരുന്നു. പക്ഷേ ലഹരിക്ക് ബദലായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ സൗദി ഭരണകൂടം ഖാത്ത് ഇലകൾ മയക്കുമരുന്ന് ഗണത്തിൽ ഉൾപ്പെടുത്തി. ഫൈഫയിലുള്ളവർക്ക് ഇത് അവരുടെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായതിനാൽ ഇളവുണ്ട്. പക്ഷേ അവർക്ക് പോലും അത് വാഹനത്തിൽ കൊണ്ടുപോകാൻ അനുമതിയില്ല. ഒരിലത്തുമ്പ് പോലും കൗതുകത്തിനു വേണ്ടി എടുത്തവർ സെൻസറുകൾ സ്ഥാപിച്ച ഇവിടെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ ഇന്നും പിടിയിലാകാറുണ്ട്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് സൗദിയിൽ മയക്കുമരുന്ന് കടത്ത്. ആ ഗണത്തിലാണ് ഇവിടെ എത്തുന്നവർ ഒരില പോലും കൊണ്ടുപോകുന്നത് പരിഗണിക്കുക. നിലവിൽ സൗദിയിൽ മയക്കുമരുന്ന് വേട്ട ശക്തമായതിനാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ വിവരങ്ങൾ ആരാഞ്ഞാണ് ഫൈഫയിലേക്ക് വിടുക. ഒപ്പം പൊടുന്നനെയുള്ള പോലീസ് പരിശോധനകളും ഉണ്ടാകും. ഇവിടെ എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളോടും ഇക്കാര്യം പ്രദേശവാസികളും ഉണർത്താറുണ്ട്. യമൻ അതിർത്തിയിലേക്ക് 15 കിലോമീറ്റർ മാത്രമാണ് ഫൈഫയിൽ നിന്നും ഉള്ളത്. ഇതിനാൽ തന്നെ കനത്ത സുരക്ഷയുള്ള മേഖല കൂടിയാണിത്. ചരിത്രവും പൈതൃകവും സാംസ്കാരിക വൈവിധ്യവുമുള്ള സ്നേഹമുള്ള നാടായി ഫൈഫ കാത്തിരിക്കുന്നുണ്ട്. അതുമാത്രം ഉള്ളിൽ സൂക്ഷിച്ച് ശ്രദ്ധയോടെ ഇവിടെ എത്തിയവർക്ക് ജീസാനിലേക്ക് ചുരമിറങ്ങാം. അറബി കഥകൾ പറയുന്ന നാടുകളിലൂടെയുള്ള സൗദി സ്റ്റോറിയുടെ യാത്ര തുടരും. ഇനി അടുത്തയാഴ്ച കാണാം. നന്ദി.